ആ ബാ. പയറെല്ലാം പോയി മഴ കാരണം. ഉണ്ടോ? ഇപ്പൊ വരാം. ആ ഇല പറിക്കാം. അമ്പൂനെ ഒരുക്കാൻ കൂട്ടാട്ടോ. അമ്പൂനെ ഇല കറി വെച്ച് തരാം. അമ്പൂന് ഇഷ്ടമാണോ? പത്തലൊന്നുമില്ല, ഞങ്ങൾ ഉള്ള ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണേ. നല്ല ഇല വെച്ച് വെക്കാം. പത്തല വേണമെന്നൊന്നുമില്ല, പറയുമ്പോൾ പത്തലാന്ന് പറയുന്നതാ. പത്തല ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും നമ്മുടെ പയറിനെല്ലാം നല്ല ഇല കുറവായി. നല്ലത് നോക്കി എടുക്കാതെ പറിച്ച് വെച്ചിട്ടേ പയറിൻ്റെ കൂമ്പിടുന്ന ഇത് നല്ലത്. ഓക്കെ. മൾബറിയുടെ ഇലയാണ് ഇതേ. ഇതും കറി വെക്കാൻ നല്ലതാണ്. ഈ ഇല തന്നെ കറി വെക്കാം. പിന്നെ കുറേ അസുഖങ്ങൾക്ക് കൊളസ്ട്രോളിനും ഷുഗറിനും ഒക്കെ നല്ലതാണ്. ഇനി ചേമ്പല, ചീരച്ചേമ്പാണോ? ചീരച്ചേമ്പ് കൂടെ പറിക്കാം. പിന്നെ ഇച്ചിരി ചേനയില വേണം. ചേനയില ഇടുവോ? ഇപ്പം എന്തൊക്കെ കിട്ടി? ചേമ്പല, ചീരച്ചേമ്പില്ലേ? ചീരച്ചേമ്പ്, ചീരച്ചേമ്പിൻ്റെ ഇല 2 മൽബറി പറിച്ചു. മൾബറി പറിച്ചു. ഇത് ചൊറിയണമെന്ന് പറയും. ഇത് വേറെ പല പേരുണ്ട്. ഈ നാട്ടിലൊക്കെ ചൊറിയണം. ഇത് ചേനയുടെ ഇല. ചേനയുടെ ഇല നമുക്ക് കുറച്ച് മതി. ഓക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ആവുന്നതിയുടെ കൂമ്പുണ്ടല്ലോ, തീരെ തളിരല. അത് വേഗിയല്ലേ, കടിച്ചു കടിച്ചിരിക്കും. പക്ഷെ തീരെ പിഞ്ചല. പൂങ്കോഴി. പൂങ്കോഴി കുത്തിയിടാം. കൊണ്ട് കുമ്പളത്തിന്റെ ഇലയില് നോക്കി, കുമ്പളത്തിന്റെ തളിരല നോക്കിയിടാം. മൂത്തത് വേണം. ഇല പറിക്കുമ്പോൾ എല്ലാം തളിര് നോക്കിയെടുക്കുന്നതാണ് നല്ലത്. പറിക്കുമ്പോൾ കുറേ പ്രാണികൾ ഇവിടെ കുമ്പളങ്ങ ഉണ്ടായിടാ. കുമ്പളങ്ങ ഉണ്ടായി കിടക്കുന്നു. അമ്പൂതേ കുമ്പളങ്ങ കൂമ്പല നിൽക്കുന്നുണ്ടോടാ. ഇവിടെ അവിടെ കൊടകനുണ്ടായിരുന്നു, പോയി നോക്കിയാലോ? കൊടകനോട് നോക്കിയിട്ട് വരാം. വലിയ മഴ ഇതുകൊണ്ട് കൊടകനെല്ലാം മഴയിട്ട് പോയതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ വെച്ചപ്പോൾ കൊടകനിട്ടായിരുന്നു അല്ലേ? കൊടകൻ കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞല്ലേ 3-4 ദിവസം അടച്ച് മഴ. മഴയത്തെല്ലാം പോയി. പ്രളയമഴ. ഇത് ഇവിടെ ഒരു കുഞ്ഞു തണ്ട് കിടപ്പുണ്ട്. ഇത് പറിച്ചോ? അത് തീരെ പൊടിയല്ലേ ഇതല്ലേ? എടോ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, നമുക്ക് തോടും നോക്കാട്ടോ. അമ്പൂ ഇവിടെ അമ്പൂ നോക്കി, ഇവിടെ തോട് നിറഞ്ഞൊഴുകുന്നേ. ഫാഷൻ ബൂട്ട് കിടക്കുന്നു. പക്ഷെ പഴുത്തില്ല അല്ലേടാ. നമുക്ക് പഴുക്കുമ്പോൾ പറിക്കാട്ടോ. അതേ ഒരെണ്ണം പഴുത്തിട്ടുണ്ട്. ഇപ്പൊ 8 കൂട്ടമായി, ഇനി 2 കൂട്ടം കൂടെ വേണം. അതൊന്നി മുരിങ്ങയില. മുരിങ്ങയില കക്കടത്തിൽ കൂട്ടരുതെന്നൊക്കെ ചിലർ പറയും. പക്ഷെ കൂട്ടിന്നോർക്ക് ഒരു കുഴപ്പമില്ല. തേങ്ങയുടെ പൊതിച്ചോണ്ട് കയറാവേ. ഓക്കെ. മഴ പെയ്താലേ ഇത് കണ്ടോ, തേങ്ങ പൊതിച്ചപ്പോൾ ഇതിലൊരു മുളയുണ്ട്. അപ്പം നമുക്ക് ഇതിൽ പൊങ്ങുണ്ടോ നോക്കാട്ടോ. കുഞ്ഞു പൊങ്ങാടാ. വെള്ളം കുടിച്ചോ? തേങ്ങ വെള്ളം കുടിച്ചടാ. കുടിച്ച മധുരം ഉണ്ടോ? ഉണ്ട്. പൊങ്ങിൽ ഒരു കുഞ്ഞിങ്ങ പൊങ്ങും. ഹായ്, അതാണ് ഇഷ്ടം. തേങ്ങ വെള്ളം കുടിച്ചോട്ടാ. ഇവിടെ അതെ ഇത് റെഡിയാക്കി വെച്ചല്ലോ. അപ്പൊ ഇതിലെന്തൊക്കെ ഇട്ടു? കടുക് ഇട്ടു. സാധാരണ തോരൻ വെക്കിയല്ലേ, കടുക്, ഉള്ളി, മുളക് ഒക്കെ ഇട്ട് പൊട്ടിച്ചു. മൂത്ത് വരുമ്പോൾ ഉള്ളി മുളകൊക്കെ മൂക്കിയല്ലേ, മൂത്ത് വരുമ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാ ബാക്കി കറിക്കൊക്കെ പോലെ തന്നെ. അതിന് പ്രത്യേക ഒരു പുതിയ ഏർപ്പാടൊന്നുമില്ല. ചില ആൾക്കാർ മാത്രം ഇതിനകത്ത് അരിയും കൂടി ഇടും, കടുകിന് പകരമേ. ഓക്കെ. നമ്മളിവിടെ അരിയൊന്നും ഇടുന്നില്ല, നമ്മൾ കടുക് മാത്രം ഇടുന്നുള്ളൂ. കടുക്, ഉള്ളി, മുളക് ഇട്ടു നമ്മൾ. ഇനി ഇച്ചിരി കരിവേപ്പില ഇടാം. ഇലക്കറി അല്ലേ, അപ്പോൾ ഇലയുടെ ഇപ്പോഴാണ് കടുക് പൊട്ടുന്നത്. കരിവേപ്പില
കറിവേപ്പില അങ്ങ് നോക്കുമ്പോഴേ നല്ലൊരു സ്മെല്ലുണ്ടാവേ. അതിൻ്റെ കൂടെ ഇലയും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ ഗുണവും കിട്ടും. നമ്മുടെ 10 ഇലയ്ക്ക് 11 ഇലയുണ്ട്. ഇപ്പം എന്തൊക്കെ ഇലയുണ്ട് ഇതില്? ഇതില് കുമ്പളത്തല, ചേമ്പല, ചീരച്ചേമ്പല, മൾബറി ഇല, പയറില, പയറിൻ്റെ തുമ്പ്, പ്ലാവിൻ്റെ ഇല, തളിര്, കൊടകൻ, പിന്നെ മുക്കുറ്റി, പിന്നെ കിഴാർമല്ലി, അത്രയായി, മുരിങ്ങയില, കറിവേപ്പില, പിന്നെ കറിവേപ്പില ഇലയായിട്ട് കൂട്ടാലോ. പിന്നെ ഇതിനകത്ത് തേങ്ങയ്ക്കകത്ത് ഞാൻ ഉപ്പ് ഇട്ടതാണേ, അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പൊന്നും കഴിക്കണ്ട. തേങ്ങയ്ക്കകത്ത് ഞാനിപ്പോൾ ഉപ്പ് ഇട്ടായിരുന്നു വെച്ചത്. നമ്മുടെ 12 ഇലക്കറി ഉണ്ടല്ലോ റെഡിയായി. 10 ഇല പറിച്ചപ്പം 12 ആയി. കൂടിയാൽ കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ പറിച്ചെല്ലാം കൂടെ വന്നപ്പോഴേക്കും 12 കൂട്ടമായി. ടേസ്റ്റ് ചെയ്ത് നോക്കുമോ? എങ്ങനെയുണ്ട്? ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ ശരിയാന്ന് പറഞ്ഞതല്ല. നിങ്ങൾ നോക്കിയേ, ഒന്ന് നോക്കിയാ കൊച്ചാ. പൊന്നു കൊള്ളാലോ, ഇത് ഇങ്ങനെ കുട്ടുന്നു നല്ല